ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ടൗൺഷിപ്പിൻ്റെ മുന്നിലാണ്, വയനാട്ടിൽ. ഇതിലെ ഒരു വീടിന് മുന്നിലാണുള്ളത്. നമുക്ക് ഈ വീട്ടിലുള്ള റൂമുകളൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ലിവിങ് റൂം നമുക്കിത് വേണമെങ്കിൽ പാർട്ടീഷൻ ചെയ്യാം. ഇവിടെ നമുക്ക് മുകളിലോട്ടേക്ക് എടുക്കാനുള്ളൊരു സ്പേസ് കിട്ടിയിട്ടുണ്ട്. ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം അടിപൊളി പ്രീമിയം ക്വാളിറ്റി സാധനങ്ങളുണ്ട്. ബാത്റൂം ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഒരു ഷെൽഫ്, വാഷ് ബേസിൻ, ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ്, പിന്നെ ഒരു ബെഡ്റൂം. ഇത് അറ്റാച്ച്ഡ് അല്ല. ഫാന് കണ്ടില്ലേ, റിമോട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന അടിപൊളി ഫാൻ. കിച്ചൺ വലിയ കിച്ചൺ തന്നെയാണ്, ചെറിയ കിച്ചൺ നല്ല വലിയ കിച്ചൺ തന്നെ. അത്യാവശ്യം സാധനങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യാൻ കബോർഡ്സ് ഒക്കെ ഉണ്ട്. ഇതിന്റെ മെറ്റീരിയൽസ് ആണ്, അടിപൊളി മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചത്. കിച്ചണിന്റെ വർക്ക് ഏരിയ, ഇവിടെ എഴുതാനും. ഇത്രയാണ് നമ്മുടെ ഒരു വീട് എന്ന് പറയുന്നത്. നല്ല സൗകര്യമുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള വീടുകളാണ് ഉള്ളത്. ഈ സ്ഥലം എന്ന് പറയുന്നത് ശരിക്കും കൽപ്പറ്റ ടൗണിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ആ റോഡിൻ്റെ അപ്പുറം കാണുന്നതാണ് കൽപ്പറ്റ ടൗണ്. കൽപ്പറ്റ ബൈപ്പാസാണ് നമ്മളെ കാണുന്നത്. നമ്മുടെ അബു സലീമിൻ്റെ ഹോട്ടലിലെ 1980s അവിടത്തേക്ക് പോകുന്ന വഴിയാണിത്. ടൗണിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്തിന് എന്തായാലും ഒരു സെൻറ്റിന് 10 ലക്ഷം മിനിമം കൊടുക്കേണ്ടി വരും. ഇത്രയും വിലപിടിപ്പുള്ള ഒരു സ്ഥലമാണിത്. ആ ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനിയിപ്പം നിർമ്മാണ പ്രവൃത്തികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആശുപത്രി വരണം, കുറേ കാര്യങ്ങളൊക്കെ ഇനി വരാനുണ്ട്. എന്നാലും ഓരോ വീടും അടിപൊളിയാണ്. ശരിക്കും ഇത് സർക്കാരിൻ്റെ ഇച്ഛാശക്തിയുടെ ഒരു പ്രതീകം കൂടിയാട്ടോ. ഈ ലോകത്തിന് തന്നെ മാതൃകയായ ഈ ഒരു കൽപ്പറ്റ ടൗൺഷിപ്പ്.